Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ ഇവൻറ്റ്, ആപ്പിളിൻ്റെ ഐഫോൺ ഇവൻറ്റ് കുറച്ച് മിനിറ്റുകൾക്ക് മുന്നെയാണ് തീർന്നത്. അതിന് ശേഷമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഏകദേശം ഒരു 7 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ആപ്പിൾ ഐഫോൺ 12 ലൈനപ്പ് ഫുള്ള് ലോഞ്ച് ചെയ്തേക്കുവാണ്. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ 2 പുതിയ പ്രോഡക്റ്റുകളായ ആപ്പിളിൻ്റെ MagSafe വയർലെസ് ചാർജറും അതോടൊപ്പം തന്നെ HomePod മിനിയും റിലീസ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തുറന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അത് നിങ്ങൾ ഫോളോ ചെയ്യില്ലെങ്കിൽ ഗോ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം, ലിങ്ക് ഇസ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം ഈ ഒരു ഇവൻറ്റിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കഴിഞ്ഞ ഇവൻറ്റ് സെപ്റ്റംബർ ഇവൻറ്റിൻ്റെ ഒരു ചെറിയ പ്രിവ്യൂ കാണിച്ചില്ല. അതിൽ റിലീസ് ചെയ്ത പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. അതിനുശേഷം ടിം കുക്ക് ആദ്യം തുടങ്ങിയത് നമ്മുടെ HomePod മിനിയിലാണ്. അപ്പം ആദ്യം തന്നെ ഇതാണ് നമ്മുടെ HomePod മിനി. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 3.3 ഇഞ്ചസ് ആണ്. അതേപോലെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 345 grams ആണ്. ഇത് 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്, ഒന്ന് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അതോടൊപ്പം തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിനിഷ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ടറിൽ കാണുന്ന ആ ഒരു ഫിനിഷ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് മെഷ് ഫാബ്രിക് ഫിനിഷ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് നോക്കി അറിയാം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പാണ്. അതെന്ന് പറയുന്നത് ഒരു ബാക്ക് ലിറ്റഡ് ആയിട്ടുള്ള ടച്ച് സർഫേസ് ആണ്. അവിടെയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്ന എല്ലാ ഇൻട്രാക്ഷൻസും നടക്കുന്നത്. അതേപോലെ തന്നെ ആപ്പിൾ ഇതിൽ പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഫീച്ചർ കൊണ്ടുവന്നേക്കാം, കമ്പ്യൂട്ടേഷണൽ ഓഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ഐഫോണിലൊക്കെ നേരത്തെ കണ്ട പോലെ കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന പോലെ ഇതിൽ കമ്പ്യൂട്ടേഷണൽ ഓഡിയോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നേക്കാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. എന്നാന്ന് വെച്ചാൽ ഒന്ന്, അത് റൺ ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ S5 ആണ്. നമ്മളുടെ ആപ്പിൾ വാച്ച് സീരീസ് 4ലും 5ലും കണ്ടുവന്ന പോലെ സെയിം ചിപ്സെറ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ U1 അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഒരു U1 ചിപ്പ് വന്നതോടെ ഇന്റർകോം എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ ആപ്പിൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഇന്റർകോം എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ച് നമ്മളുടെ വീട്ടിൽ എത്ര HomePod മിനികളുണ്ടോ ആ HomePod മിനികൾ തമ്മിൽ സംസാരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇരിക്കുന്ന ആപ്പിൾ വാച്ച്, ഇയർപോഡ്, ഐഫോൺ ഇതെല്ലാ ഡിവൈസുകളായിട്ട് ഓൾ അക്രോസ് സിങ്ക് ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെ പ്രൈസിങ് ഞാൻ വിചാരിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയും ചെയ്തു, ഏകദേശം ഒരു 15,000 റേഞ്ചിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ആപ്പിൾ 9,990 രൂപയ്ക്കായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ മാസം 6-ാം തീയതി, നവംബർ 6-ാം തീയതി പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ 16-ാം തീയതി മുതൽ ഇത് ഷിപ്പ് ചെയ്യാൻ ആരംഭിക്കും. പിന്നീട് നമ്മുടെ ഇവൻറ്റിൽ വന്നത് നമ്മുടെ ഐഫോൺ ആണ്. അപ്പോൾ ആദ്യം തന്നെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത iPhone 12ഉം 12 മിനിയാണ്. അപ്പോൾ നമ്മുടെ ലോവർ എൻഡ് ഡിവൈസുകളെ പറ്റി പറയുകയാണെങ്കിൽ 6.1 ഇഞ്ചാണ് നമ്മുടെ 12 എന്ന് പറയുന്നത്. 12 മിനി എന്ന് പറയുന്നത് 5.4 ഇഞ്ചാണ്. പിന്നീട് നമ്മൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ ഒരു ഫ്ലാറ്റി ഡിസൈൻ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എയറോസ്പേസ് ഗ്രേഡ് അലുമിനിയം ആണ്. അതോടൊപ്പം തന്നെ ഇത് 5 കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കാം. ഈ 4 ഡിവൈസുകളും വന്നിരിക്കുന്ന സെയിം ഡിസ്പ്ലേ ആണ്, സൂപ്പർ റെഗ്ന XDR ഡിസ്പ്ലേ ആണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ iPhone 12ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് തോന്നുന്നത് അതിൻ്റെ ബെസൽസിൽ റിഡക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെസൽസ് ഇച്ചിരി കൂടെ ഷ്രിങ്ക് ആയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ 2:1 ആണ് കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോർമൽ മോഡിൽ 800 nits ആണ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1200 nits ആണ്. പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഡ്യുവൽ ലെൻസ് ക്യാമറ സെറ്റപ്പാണ്. ഒരു സ്റ്റാൻഡേർഡ് വൈഡും ഒരു അൾട്രാ വൈഡും കഴിഞ്ഞ വർഷത്തെ 11 പോലെ തന്നെ. അതേപോലെ ഇത് 2 ലെൻസും ഡ്യുവൽ 12 MP സെൻസർ തന്നെയാണ്. അതിൽ സ്റ്റാൻഡേർഡ് വൈഡ് ആംഗിൾ ലെൻസിന് 1.6 ആണ് ആപ്പർച്ചർ. അതോടൊപ്പം തന്നെ അൾട്രാ വൈഡ് ലെൻസിന് 2.4 ആണ് ആപ്പർച്ചർ എന്ന് പറയുന്നത്. പ്ലസ് ഇതിൽ എടുത്തു പറയേണ്ടത് നൈറ്റ് മോഡ് പ്ലസ് ഡിഫ്യൂഷൻ ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പ്രോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഇതിൽ നൈറ്റ് മോഡ് പോർട്രേറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ അവൈലബിൾ അല്ല. പക്ഷേ പ്രോ സീരീസിൽ അത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിന് 2x ഒപ്റ്റിക്കൽ സൂമും 5x ഡിജിറ്റൽ സൂമും ഉണ്ട്. പിന്നീട് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ അതൊരു 12 MP f2.2 ആപ്പറേച്ചർ ഉള്ള ഒരു ലെൻസ് ആണ്. ഇതിൽ ഏറ്റവും കാര്യമായിട്ട് പറയേണ്ടത്, ആപ്പിൾ ആദ്യമായിട്ട് അവരുടെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിൽ 4K 60 FPS കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഫ്രണ്ട് ഫേസിംഗിൽ നൈറ്റ് മോഡും ഡീപ് ഫ്യൂഷനും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ വീഡിയോനെ പറ്റിയാണ് പറയേണ്ടത്. അതിൽ നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ 4K 60, 30, 24 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നു ആപ്പിളിൽ കൊണ്ടുവന്ന HDR10 വീഡിയോ നമുക്ക് ഡോൾബി വിഷൻ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഈ ഡോൾബി വിഷനിൽ HDR10 വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് നമ്മുടെ iPhone 12 എന്ന് പറയുന്നത്. അത് ഓൾ അക്രോസ് 4 ഡിവൈസുകളിലും നമുക്ക് സാധിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ലാക്ക് ചെയ്യുന്ന ഒരു ഒറ്റ ഫീച്ചർ എന്ന് പറയുന്നത് സ്ലോ മോഷൻ നമുക്ക് ഇപ്പോഴും 1080p 240 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ 12 സീരീസ് ലൈനപ്പിൽ മാത്രം കൊണ്ടുവന്നൊരു പുതിയ ഫീച്ചറാണ് നൈറ്റ് മോഡ് ടൈം ലാപ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു CPU-ൻ്റെയും GPU-ൻ്റെയും ഈ ഒരു പുതിയ ന്യൂറൽ എഞ്ചിൻ്റെയൊക്കെ സഹായത്തോടെ നമുക്ക് നൈറ്റ് മോഡിൻ്റെ ആ ഒരു കേപ്പബിലിറ്റിയോടെ ടൈം ലാപ്സ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പം നൈറ്റ് മോഡ് നമുക്ക് എല്ലാ ലെൻസുകളിലും അവൈലബിൾ ആണ്. അത് ഇപ്പം അൾട്രാ വൈഡ് ആയാലും ടെലിഫോട്ടോ ആയാലും നമുക്ക് അവൈലബിൾ ആകും.
അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ 4 ഐഫോൺ മോഡൽസിലും സെയിം ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അതിൽ ഏറ്റവും ആദ്യമായിട്ട് ആപ്പിൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ് ആപ്പിളിൻ്റെ സെറാമിക് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ. അതായത് പുതിയ ഗ്ലാസ് പാനലാണ്. അത് ഫ്രണ്ട് ഗ്ലാസ്സിന് മാത്രമേ ഉള്ളൂ. പിന്നീട് എനിക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയങ്ങളാണ്. ഒന്ന് നമ്മുടെ ബാറ്ററി, അതോടൊപ്പം തന്നെ 5Gയുടെ സപ്പോർട്ടിൻ്റെ കാര്യം. നിങ്ങൾക്കറിയാം ഈ ഓൾ അക്രോസ് എല്ലാ ഡിവൈസുകളും നമുക്ക് 5Gയിലാണ് സപ്പോർട്ട് അയക്കുന്നത്. പക്ഷേ അതിൽ മില്ലിമീറ്റർ വേവ് വരുന്നത് അത് US വേരിയൻ്റ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മില്ലിമീറ്റർ വേവ് സപ്പോർട്ടഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലെ ഡിവൈസുകൾക്ക് മില്ലിമീറ്റർ വേവ് ഉള്ളതുകൊണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ ഈ 4 മോഡൽസിനും ഐഫോൺ 12ഉം 12 Pro, 12 mini, 12 Pro Max ഈ 4 വേരിയൻസും വരുന്നത് സബ് 6 GHz 5G തന്നെ സബ് 6 GHz ആണെന്നേ ഉള്ളൂ. പിന്നീട് നമുക്ക് പറയേണ്ടത് നമ്മുടെ A14 പറ്റിയാണ്. A14 പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സ്മാർട്ട് ഫോൺസിൽ ഏറ്റവും ആദ്യത്തെ 5 nanometer ആർക്കിടെക്ചർ വരുന്ന ആദ്യത്തെ ചിപ്സെറ്റാണ് A14 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ മോസ്റ്റ് പവർഫുൾ ആൻഡ് അഡ്വാൻസ് ആയിട്ടുള്ള ചിപ്സെറ്റാണ് A14 എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഐഫോൺ 12നും 12 മിനിക്കും വരുന്നത് 4 GB RAM ആണ്. 12 Proയ്ക്കും 12 Pro Maxനും നമുക്ക് 6 GB RAM ആണ് വരുന്നത്. നമ്മൾ മുമ്പ് 5Gയുടെ കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, നമുക്ക് 5G അവൈലബിൾ അല്ലാത്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡിവൈസ് LTE മോഡിലേക്ക് പൊക്കോളും. ഇതിൽ മറ്റുള്ള ഡിവൈസ് പോലെ നമുക്ക് ഡ്യുവൽ സിം സപ്പോർട്ടാണ്. പ്ലസ് ഇതിലുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് ബോക്സിൽ ആകെ ആ ഒരു കേബിൾ USB Type-C to ലൈറ്റ്നിങ് കേബിൾ മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഐഫോൺ 12 മിനിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 70,000 രൂപയാണ്. അതോടൊപ്പം തന്നെ ഐഫോൺ 12ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 80,000 രൂപയാണ്. ഇനി നമുക്ക് നമ്മുടെ ഐഫോൺ 12 Pro, 12 Pro Maxൻ്റെ കാര്യത്തിലേക്ക് പോകും. ആദ്യം തന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്കറിയാം 6.1 ഇഞ്ചാണ് 12ൻ്റെ. അതോടൊപ്പം തന്നെ 6.7 ഇഞ്ചാണ് ഐഫോൺ 12 Pro Maxൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഒന്ന് പെസിഫിക് ബ്ലൂ, പിന്നെ ഗ്രാഫൈറ്റ്, ഗോൾഡ്, സിൽവർ. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന കാര്യം എന്ന് പറയുന്നത് ഐഫോൺ 12 Proയുടെ ക്യാമറയുടെ കാര്യത്തിലാണ്. അതിൽ നമുക്ക് അൾട്രാ വൈഡ്, സ്റ്റാൻഡേർഡ്, അതോടൊപ്പം തന്നെ ടെലി ഈ 3 ലെൻസുകളാണ് അവൈലബിൾ ആകുന്നത്. ഇത് 3ഉം 12 മെഗാപിക്സലിൻ്റെ ഓരോരോ സെൻസേഴ്സാണ്. ഇതിൽ നമുക്ക് 12 Proയ്ക്കും 12 Pro Maxനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് എസ്പെഷ്യലി ഇതിൻ്റെ അൾട്രാ വൈഡ് ലെൻസിലാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലും. സ്റ്റെബിലൈസേഷൻ നമുക്ക് 12 Pro Maxന് വന്നിരിക്കുന്നത് സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ ആണ്. അതായത് സ്റ്റെബിലൈസേഷൻ ലെൻസിലാണ് പൊതുവേ കൊണ്ടുവരുന്നത്. ഇതിൽ നമുക്ക് സെൻസറിലാണ് സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പം ഐഫോൺ 12 Proയിലാണ് 2 പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അഡീഷണൽ ഫീച്ചേഴ്സ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ആപ്പിളിൻ്റെ പ്രോ റോ എന്ന് പറയുന്ന പുതിയ ഫോർമാറ്റ്, പ്ലസ് ആപ്പിളിൻ്റെ പ്രോ വീഡിയോ എന്ന് പറയുന്ന 2 ഫീച്ചേഴ്സുകൾ. അതിൽ ആപ്പിളിൻ്റെ പ്രോ റോ എന്ന് പറയുന്ന ഫീച്ചർ ഫോട്ടോഗ്രാഫിയിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ക്യാമറ ഫീച്ചേഴ്സും സിമിലർ ആണ്. പക്ഷേ ആപ്പിളിൻ്റെ പ്രോ വീഡിയോ എന്ന് പറയുന്ന ഫീച്ചർ അത് പ്രോ മോഡൽസിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മെയിൻ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് HDR വീഡിയോസ് ഷൂട്ട് ചെയ്യാം. പക്ഷേ ഇത് നോർമൽ HDR അല്ല, ഇത് 10 ബിറ്റ് റോ വീഡിയോസ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതായത് 10 ബിറ്റിലെ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരൊറ്റ സെക്കൻഡിൽ ധാരാളം ഇൻഫർമേഷൻസ് ആണ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് ഏറ്റവും അവസാനം നമ്മുടെ ഐഫോൺ 12 Proയിൽ വരുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2775 mAh ആണ്. പ്ലസ് നമ്മുടെ ഐഫോൺ 12 Pro Maxൽ വരുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് 3687 mAh ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐഫോണിനെ പറ്റിയുള്ള വിശേഷങ്ങൾ പറഞ്ഞത്. ഐഫോണോടൊപ്പം ആപ്പിൾ കൊണ്ടുവന്ന മറ്റു 2 ഡിവൈസുകളാണ് ആപ്പിളിൻ്റെ MagSafe, അതായത് വയർലെസ് ചാർജർ. അതിൽ MagSafeും ഉണ്ട്. MagSafe ഡ്യുവോ എന്ന് പറയുന്ന ഒരു ചാർജറും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് ഈ MagSafe ഡ്യുവോ എന്ന് പറയുന്ന ആ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 6.1 ഇഞ്ചിൻ്റെ ഐഫോൺ 12ഉം 12 Proയും പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 16 തീയതിയാണ്. നമുക്ക് ഷിപ്പ് ചെയ്യുന്നത് ഒക്ടോബർ 23 ആകും. പിന്നീടുള്ള നമ്മൾ ഐഫോൺ 12 മിനിയും 12 Pro Maxും പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 6 തീയതിയാണ്. അത് ഷിപ്പ് ചെയ്യുന്നത് നവംബർ 13 തീയതിയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഐഫോൺ 12നെ പറ്റിയുള്ള ഇവൻറ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.